ചേച്ചി ഞങ്ങൾ ഇനി എന്നാ പണിക്ക് വരേണ്ടത്? പണിയുടെ കാര്യം പറയാനൊന്നുമല്ല നിങ്ങളെ വിളിപ്പിച്ചത്, വേറൊരു കാര്യം പറയാനാ. മോളെ കേശു എന്തി? കേശു അകത്തുണ്ടമ്മ, വിളിക്കുമ്പോൾ എല്ലാം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ മോള് പറ. ഗോപാലൻ ചേട്ടാ, ചേട്ടാ ഇവിടെ അറിയപ്പെടുന്ന ഒരു കർഷകനല്ലേ? മാത്രമല്ല നിങ്ങളെല്ലാവരും ഓർമ്മ വെച്ച നാൾ മുതലേ കൃഷി ചെയ്യുന്നവരാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോളെ, ഞാൻ അത്ര വലിയ കർഷകനൊന്നുമല്ല. എൻ്റെ കൃഷിയെല്ലാം നശിച്ച് എല്ലാം തകർന്നു നിന്നപ്പോൾ എനിക്ക് താങ്ങും തള്ളനായിട്ട് നിന്നത് നമ്മുടെ കുട്ടമ്പിള്ള ചേട്ടനാ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ചേട്ടാ. ഞാൻ പറഞ്ഞു വന്നതേ, അച്ഛന് മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. അതും കൂടാതെ 15 തവണയോളം പഞ്ചായത്തില് മികച്ച കർഷകനായിട്ട് അച്ഛനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലേ അമ്മ? അതെ അതെ, അത് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഗോപാല. അത് അച്ഛൻ്റെ മാത്രം എടുക്കൊണ്ടല്ല, നിങ്ങളുടെ വിയർപ്പിൻ്റെയും കൂടെ ഫലമായിട്ടാണ് അത് കിട്ടിയതെന്ന്. പിന്നെ ഗോപാല, ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. ആണോ? അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. കുട്ടികളെ നിങ്ങളെയൊക്കെ വലിയ കാര്യമാണ്. കേശു ഇവിടെ പോയി. കേശുവായി എടാ കേശു. എടാ ശങ്കര, അയ്യോ കുട്ടണ്ണന്റെ ശബ്ദം. അയ്യോ കുട്ടണ്ണന്റെ ചിരി. ഭവാനിയേ, കരയില് കരയില് ചിരി 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 ചിരി. ഉമ്മ, നമ്മുടെ അപ്പൂപ്പന്റെ ശബ്ദം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഴങ്ങി കേൾക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. അപ്പൊ പോയി എങ്ങനെ ഉണ്ടായിരുന്നു? കൊളക്കടവില് പേടിച്ചടിച്ച് വീണത്. മഹാഭാവി അത് നീ ആയിരുന്നാ? അമ്മൂമ്മ, അമ്മൂമ്മതാ സന്തോഷമായിട്ട് ഇതൊക്കെ കൊണ്ടുകൊണ്ടേ കൊടുത്തേ. ഇത് നിങ്ങളുടെ കുട്ടൻ ചേട്ടന്റെ ഒരു സന്തോഷമെന്ന് കരുതിയാൽ മതി. ഓ, ഇതും കൂടെ എന്റെ ഒരു സന്തോഷത്തിനിരിക്കട്ടെ. ഇത് വാങ്ങിച്ചാട്ടെ. ഇതെന്താ ചേച്ചി, കാശാണോ? എന്താ ഞാൻ കാശൊന്നും ഇയാൾ വാങ്ങിക്കത്തില്ലേ? അതെന്ത് വർത്തന ചേച്ചി പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിപ്പോഴല്ലേ വലിയ കർഷകനൊക്കെ ആയത്. പണ്ടും എനിക്ക് കാശിന് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ സഹായിച്ച കുട്ടമ്പിള്ള ചേട്ടനാ. ആണല്ലോ, അദ്ദേഹം തരുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വാങ്ങിച്ചാട്ടെ. അതെ, പിന്നെ ഗോപാലൻ ചേട്ടോ, നമുക്ക് എല്ലാവർക്കും വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പറയട്ടാ? നീ ധൈര്യമായിട്ട് പറഞ്ഞോ ചേട്ടോ. നമ്മുടെ അപ്പൂപ്പനെ ചെറുതിലെ മുതലേ കൃഷിയിലോട്ട് ഇറങ്ങിയ ഒരാളാണല്ലോ. എന്ന് വെച്ചാ ഒരു മനുഷ്യായുസ് മുഴുവൻ കൃഷിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യൻ. അപ്പൊ ഈ കൃഷി ചെയ്യണത് ലാഭത്തിന് വേണ്ടി മാത്രമായിരുന്നില്ലല്ലോ. ഞാൻ പറയണത് ചേട്ടൻ മനസ്സിലാവണല്ലോ? മനസ്സിലായി. അപ്പോ ഇന്ന് നമ്മുടെ അപ്പൂപ്പന്റെ ജന്മദിനമാണല്ലോ. ഇതേപോലെ അപ്പൂപ്പന്റെ ജന്മദിനം വരുന്ന ദിവസം എല്ലാ വർഷവും നമ്മുടെ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കൃഷിക്കാരന് നമ്മളൊരു അവാർഡ് കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മളിത് വലിയ മറ്റേ ഈ ഇത് അമ്മായി പ്രഖ്യാപനമായിട്ടൊന്നും അല്ല. അതെ, ഈ പ്രഖ്യാപനമായിട്ടൊന്നും പറയണല്ല, നമ്മുടെ ഒരു ചെറിയൊരു ആഗ്രഹം. കുട്ടമ്പിള്ള മെമ്മോറിയൽ കർഷക അവാർഡ്. വളരെ നല്ല കാര്യം മോനെ. ഞാൻ ഈ കാര്യം നമ്മുടെ പാടൂർ ഗ്രാമപഞ്ചായത്തിലും കൃഷിഭവനിലും പോയി പറയാം. അപ്പോൾ ശരി ഏട്ടാ, എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് കാണണം. ഞങ്ങൾ ഈ പറമ്പിലൊക്കെ തന്നെ കാണും. ഇത് ഞങ്ങളുടെ കുട്ടമ്പിള്ള ചേട്ടൻ്റെ പറമ്പാ. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. കുട്ടമ്പിള്ള ചേട്ടൻ്റെ അല്ല,
ഇത് നിങ്ങളുടെ പറമ്പ് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. Kannan Devi Group presents West Zone Flowers Aka Ponnunakazha 2025.